ഹലോ, നമസ്കാരം. ഇന്നത്തേത് വളരെ വിശേഷപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ. ദീപയ്ക്കത് മാത്രം വരെ മതി. ഇതാരാണെന്ന് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. ബേപ്പൂർ സുൽത്താൻ്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടിയാണിത്. കഴിഞ്ഞ ആഴ്ച DC ബുക്സിൽ പോയപ്പം അവിടുന്ന് മീറ്റ് ചെയ്തതാണ്. ഷാഹിന ബഷീർ അവിടെയാണ് ജോലി ചെയ്യണമെന്നാണ് എൻ്റെ അറിവ് കേട്ടോ. അവരെ ഞാനവിടെ കണ്ടു. ഞാൻ അങ്ങോട്ട് കയറി സംസാരിക്കാനൊന്നും നിന്നില്ല. പണ്ട് ഞാൻ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ഒരേ സമയത്താണ് രാവിലെ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നത്. ഞാൻ കോളേജിലേക്ക് പോകുന്നു, അവർ ജോലിക്ക് പോകണു. ആ സമയത്ത് ഞങ്ങൾ എന്നും കാണുന്നതിൻ്റെ പേരിൽ ചിരിക്കണ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന ആളാണെന്നോ അങ്ങനത്തെ രീതിയിൽ സംസാരിക്കാനും പോയിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ മകളല്ലേ എന്നുള്ളത് ചോദിക്കാനും പോയിട്ടില്ല. എന്നും കാണുന്ന ആളുകൾ നിലയ്ക്കുള്ള ഒരു ചെറിയ സൗഹൃദം, അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ DC കണ്ടപ്പോൾ എനിക്ക് കയറി വർത്തമാനം പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനൊരു ഇൻട്രോവേർട്ടാണ്. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള ആളാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് രശ്മിക്ക് അവരുടെ കുടുംബമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുണ്ട്. അതൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കയറി സംസാരിക്കായിരുന്നു. ഞാൻ അതിന് നിന്നില്ല. അപ്പോഴാണ് ബഷീറിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പുതിയ എഡിഷനാണ് തോന്നുന്നു. അതെടുത്തിങ്ങനെ നോക്കുമ്പം അവിടുത്തെ സ്റ്റാഫ് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇതെടുത്താൽ എഴുത്തുകാരൻ്റെ മോളുടെ സിഗ്നേച്ചർ വാങ്ങിത്തരാമെന്ന്. എന്നിട്ട് ഷാഹിന ബഷീറിനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു, അത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മോളാണ്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്. അതിൽ കൂടുതൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരേ ബസ് സ്റ്റോപ്പുകാരാണ് ഞങ്ങളെന്ന്. അങ്ങനെ ഞാൻ ആ പുസ്തകം വാങ്ങിച്ചു. അതിൽ ഷാഹിന ബഷീർ ഒപ്പിട്ടു. ആ മൊമെൻറ്റ് വളരെ പ്രഷ്യസ് ആയി തോന്നി. അതാണ് ഞാൻ വീഡിയോ എടുത്തത്. എന്നും ബസ് സ്റ്റോപ്പിൽ കാണുന്ന സൗഹൃദത്തിനപ്പുറത്ത് ഇത്രയും പ്രശസ്തനായ എഴുത്തുകാരൻ്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടി അദ്ദേഹത്തിൻ്റെ മറ്റൊരു സൃഷ്ടിയുടെ മേലെ കയ്യൊപ്പ് ചാർത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന് ആ ഒരു പ്രഷ്യസ്നെസ് ഉണ്ടല്ലോ അല്ലേ? നിങ്ങൾക്കത് മനസ്സിലാവണില്ലേ? ഒരുപാട് വായിച്ചിട്ടുള്ള എഴുത്തുകാരൻ്റെയോ എഴുത്തുകാരിയുടെയോ അവരുടെ പുസ്തകത്തിനപ്പുറത്ത് അല്ലെങ്കിൽ ആ പുസ്തകത്തെക്കുറിച്ച് അവരോട് നേരിട്ട് ഒരു വാക്ക് പറയാൻ പറ്റുന്നത്, സംസാരിക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ആളാട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ, പണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മാധവിക്കുട്ടിയായിട്ട് ഒരു 6-7 മിനിറ്റ് സംസാരിക്കാനുള്ള മഹാഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പണ്ട് നീർമാതളം വായിച്ചു കഴിഞ്ഞപ്പോൾ എഴുത്തുകാരിയോട് എന്തെങ്കിലും മിണ്ടണം എന്ന് അത്രയും ആഗ്രഹത്തിന് പുറത്താണ് നമ്പർ തപ്പിപ്പിടിച്ച് വിളിച്ചത്. ആ ഒരു ഫോൺ കോളിൽ നിറഞ്ഞ സ്നേഹമാണ് എനിക്ക് കിട്ടിയിരുന്നത്. ഒരു 8-10 വർഷങ്ങൾക്ക് മുമ്പാണ് മഞ്ഞവെയിൽ മരണങ്ങൾ വായിച്ച കിളി പോയ ഞാൻ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ബെന്യാമിനെ കോൺടാക്ട് ചെയ്യണത്. നല്ല റെസ്പോൺസാണ് അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നും കിട്ടിയത്. കഴിഞ്ഞ വർഷം കാവൽക്കാരി വായിച്ചപ്പോൾ അത് വായിച്ചിട്ട് കിട്ടിയ സന്തോഷവും സങ്കടമൊക്കെ എഴുത്തുകാരിയായിട്ട് പങ്കുവെക്കണം തോന്നി. അങ്ങനെയാണ് പ്രിയപ്പെട്ട ആനിക്ക് മെസ്സേജ് ചെയ്യണത്. മറുപടി കിട്ടിയപ്പോൾ സന്തോഷത്തിന് അതിരില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അക്കൂട്ടത്തിലേക്ക് എടുത്തു വെക്കാവുന്ന മറ്റൊരു മൊമെൻ്റ് തന്നെയായിരുന്നു ഇത്. ഇതുപോലെ മനസ്സിനെ വിങ്ങലേൽപ്പിച്ച കുറേ പുസ്തകങ്ങളുണ്ട്. അത് തന്നെ എഴുത്തുകാരുമുണ്ട്. ചില പുസ്തകങ്ങളൊക്കെ അത് വായിച്ചു കഴിഞ്ഞാലും അതങ്ങനെ മടക്കി വയ്ക്കാൻ പറ്റാറില്ല. കുറേ കാലം കൂടെ നമ്മുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കും, ഊണിലും ഉറക്കത്തിലും ഒക്കെ. പുസ്തകം നമ്മളെ ഇറക്കി വിടാത്തതാണോ അതോ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റാത്തതാണോ എന്നുള്ളത് അതറിയില്ല.